ഒരിക്കലും സാലറി കൊടുക്കാത്ത, ആ ശമ്പളമൊന്നും മേടിക്കാത്ത ആ വീട്ടിലിരിക്കുന്ന ആ ഒരു മണിമുത്തില്ലേ, അവൾക്ക് നിങ്ങൾ സാലറി ഒന്നും കൊടുക്കണ്ട, അതിന് പകരമായിട്ട് സ്നേഹം തന്നെ സാലറി ആയിട്ട് കൊടുത്തോളൂ. അവളെ ഒന്ന് കേൾക്കാൻ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചോളൂ. നിങ്ങളുടെ ജോലി തിരക്കുകളൊക്കെ കഴിയുന്ന സമയം മതിയിടോ. ആ സമയത്തൊന്ന് ചേർത്തിരുത്തി നിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന് വീട്ടിൽ എന്തൊക്കെയാണെന്ന് ചോദിക്കുക. അതുപോലെ തന്നെ നമ്മൾ സിങ്കിലോട്ട് ചെല്ലുമ്പം കുറച്ച് പാത്രങ്ങളൊക്കെ കിടക്കണമെങ്കിൽ ഞാനാണ് ഇതൊന്നും എനിക്ക് കൊണ്ട് കഴുകാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കല്ലേ. നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന സഹായമാണെങ്കിൽ അവൾക്കൊന്ന് ചെയ്തു കൊടുത്താൽ ആ നടുവിനൊത്തിരി റെസ്റ്റ് കിട്ടും. മനസ്സിലായില്ലേ? അതെ, അള്ളാൻ്റെ ഹബീബ് പോലും ഭാര്യമാരെ സഹായിച്ചിരുന്നു. അതെ, അവരെ ഒരിക്കലും ഇതെല്ലാം നിൻ്റെ മാത്രം ഡ്യൂട്ടിയാണ്, ഇതൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവശയായിരുന്ന ആയിഷ ബീവിയെ ഒരിക്കലും എണിച്ചു നിർത്താത്തൊരു ഹബീബിൻ്റെ ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതെ, വീട്ടിലോട്ട് റസൂലുള്ള കയറി വരുന്ന സമയത്തിൽ ആയിഷ ബീവി അവശയായിട്ട് കിടന്ന് ഉറങ്ങുവാണ്, വയ്യാണ്ട് ഉറങ്ങുവാണ്. അള്ളാൻ്റെ ഹബീബ് വിളിച്ചു നിർത്താനൊന്നും പോയില്ല, പകരം നേരെ അടുക്കളയിലോട്ട് ചെന്നു. അവിടെ ഇരുന്ന് റൊട്ടിൻ്റെ മാവെടുത്ത് കുഴച്ചു റൊട്ടി ഉണ്ടാക്കി അവിടെ എല്ലാം സെറ്റാക്കി ചെയ്തതിന് ശേഷം തിരിച്ച് വന്ന് ആയിഷ ബീവിയെ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, ആയിഷ നീ ഇന്നൊന്നും ചെയ്യണ്ട, പകരം ഞാൻ നിനക്കെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് മാത്രമല്ല, ആ വെച്ചുണ്ടാക്കിയ ആഹാരം ആയിഷ ബീവിയുടെ വായ്ക്കുള്ളിൽ വെച്ച് കൊടുക്കുകയാണ് അള്ളാൻ്റെ റസൂൽ ചെയ്തത്. സോ ഇത് നമുക്ക് കണ്ടുപഠിക്കാനും കൂടെ ഉള്ള ഒരു മാതൃകയല്ല അള്ളാൻ്റെ ഹബീബ് എന്ന് പറയുന്നത്. സോ നമ്മളെ സിങ്കിലൊക്കെ 2-3 പാത്രം കിടന്നു വന്നു, നമ്മൾ കഴിച്ച പാത്രം നമ്മളൊന്ന് കഴിവെച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റാറ്റസിനും ഒരു കുറവും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ എടുത്തു കുടിക്കാം, അള്ളാഹ് നമുക്ക് കൈ തന്നിട്ടുണ്ട്, നമ്മൾ സ്വയം പോയി നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് എടുത്തു കുടിക്കാം. അതൊക്കെ അവൾക്ക് കുറച്ച് റിലാക്സ് കൊടുക്കും. അതുപോലെ നിങ്ങളുടെ സ്വന്തം ഡ്രസ്സ് സ്വയം അയൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ തന്നെ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യവും. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ തന്നെ ആ അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് കൂടെ പോയിരുന്നിട്ട് അവരോട് കളിതമാശകളൊക്കെ പറയുക, അവളെ തോളോട് കൂടെ ചേർന്ന് നിന്ന് വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ട്, എനിക്ക് എത്ര ജോലി ചെയ്താലും കുഴപ്പമില്ല എന്നൊരു ആർജവം അവൾക്ക് കിട്ടും. സോ അവളെ ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. കാരണം അള്ളാഹു നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യങ്ങളിൽ ഒന്ന് അത് നിൻ്റെ ഭാര്യയും കൂടെയാണ്, അത് നിൻ്റെ ഉമ്മയും കൂടെയാണ് എന്ന ബോധം നിന്നിലും കൂടെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ചെറിയ വിഷയം നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ ചിന്തകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, ഷെയർ ചെയ്തേക്കണേ. അസ്സലാമു അലൈക്കും.